എല്ലാവരും ഇങ്ങോട്ട് നോക്കിൻ. പേയ്മെന്റ് ചിലപ്പോൾ നിങ്ങൾ അംഗീകരിക്കത്തില്ല എൻ്റെ പേയ്മെന്റ്. അങ്ങനെ ഒരു കാര്യമുണ്ട്. ഞാൻ ചെയ്യുന്ന വീഡിയോ ഞാൻ ഭയങ്കരമായിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന രീതിയിൽ ചെയ്യത്തുള്ളൂ. 20-25 ഞാൻ കണ്ണൂരൊക്കെ പോയി ചെയ്താലും BJPക്ക് വേണ്ടി ചെയ്തൊക്കെ 25 പേര് ചെയ്യുന്നത്. അങ്ങനെ ഈ ഇലക്ഷൻ സമയത്ത് സ്ഥാനാർത്ഥികൾ പല വാഗ്ദാനങ്ങളുമായി വോട്ട് ചോദിച്ചു വരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അങ്ങനെ വോട്ട് ചോദിച്ചു വന്നപ്പോൾ ഉണ്ടായ ഒരു സംഭവ ബഹുലമായ കാര്യമാണ്. നമുക്കതൊന്ന് കാണാം. കടകംപള്ളി സുരേന്ദ്രന്റെ മണ്ഡലം നാണം ഉണ്ടോ നിങ്ങൾക്കൊക്കെ? സർക്കാരിനോട് ഞാൻ ചോദിക്കുന്നത്. കാലം കുറച്ചാലും ഇപ്പൊ ശരിയാക്കാന്ന് ചിലച്ചോണ്ടിരുന്നാ പോരാ. എപ്പൊ ശരിയാക്കാ ഒക്കെ ഒന്ന് ഇപ്പൊ പറയണം. കടകംപള്ളി സുരേന്ദ്രന്റെ മണ്ഡലത്തില് ഇതേ കണക്കുള്ള ഒരുപാട് വീടുകളുണ്ട്. AC വണ്ടിയിൽ അണ്ടിപ്പരുമ്പോ നിന്ന് കറങ്ങി നടന്നാൽ മാത്രം പോരാ. നിങ്ങൾ ഇത്രക്കാരാണെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇതേ കണക്ക് പാവപ്പെട്ട ആൾക്കാരെ സംരക്ഷിക്കാൻ പഠിക്കണം. ഇവർ ഒരുപാട് പേരുടെ കാല് പിടിച്ചാണ്. അവമാനിക്കരുത്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാ. ഇവിടെ വോട്ട് ചോദിക്കാൻ വന്നായിരുന്നോ? വന്നിട്ടുണ്ട്. അന്നേരം നിങ്ങൾ ചോദിച്ചില്ലേ? ചോദിച്ചപ്പോ എല്ലാം ശരിയാക്കി തരാന്ന് പറഞ്ഞു. എത്ര വർഷം കൊണ്ട് എല്ലാം ശരിയാക്കി തരാന്ന് പറയൂ. ഇപ്പൊ നമ്മള് ഈ വീട് കിട്ടിയ ആളുകൊണ്ട് പറയണ്ട, അടുത്ത് വരുമ്പോ ശരിയാക്കി തരാം. എന്നാ ഇപ്പൊ ശരിയായി തരാ. ഇവരുടെയൊക്കെ കാല് പിടിക്കാൻ പോയായിരുന്നോ? നമ്മള് പോയ കുറെ അപേക്ഷകളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒരു രീതിയിൽ ഇവർ അംഗീകരിക്കുന്നില്ല, വരുന്നുമില്ല, നോക്കുന്നുമില്ല. ഇങ്ങനത്തെ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥ നായകന്മാരുണ്ടാവുന്നത്. നാണക്കേടാ കേട്ടോ. ഒരു MLA ആണ്, ഒരു മന്ത്രിയായിരുന്നു, എന്നിട്ട് കടകംപള്ളി സുരേന്ദ്ര നിങ്ങൾക്ക് നാണക്കേടാണ്. ഇതേ കണക്ക് പാവപ്പെട്ട ഒരുപാട് പേരുണ്ട്. ഇവരെ സംരക്ഷിക്കാതെ എന്തിനാ നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നത്? നമസ്കാരം. ഒറ്റൊരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഇപ്പൊ വോട്ട് ചോദിക്കാൻ വന്നതാണല്ലോ. അതെ. ഇവർക്ക് കുറെ വർഷം കൊണ്ട് ഇങ്ങനെ വീട് കിടക്കുക. ഞാനിതിപ്പോ കണ്ടു. ഇവർ ഇവിടെയാണ് താമസിക്കുന്നത് എന്നുള്ളത് ഞാൻ അറിഞ്ഞപ്പോഴാണ് ഞാനൊന്ന് വന്ന് നോക്കാണെന്ന് വിചാരിച്ചത്. ഇത് വളരെ നല്ലൊരു ഇതാണ്. ഇതിനു വേണ്ടി എന്റെ എല്ലാ ഇതും ഞാൻ നൽകും. അപേക്ഷ കൊടുത്താ? മറ്റേ വീടിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ. പക്ഷെ പിന്നീട് ഒന്നും നടന്നിട്ടില്ല. അപ്പം ഇവർക്ക് വേണ്ടി എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റും? അല്ല, ഇതിലിപ്പോ അത്രേ ഉള്ളൂ. കാരണം ഈ അർഹരായിട്ടുള്ള ആളുകൾക്ക്, വീടില്ലാത്തവർക്കൊക്കെ വീട് കൊടുക്കാനാണ് സർക്കാരിന്റെ പദ്ധതി. അപ്പൊ ആ പദ്ധതി നടപ്പിലായില്ലെങ്കിൽ നടത്തിക്കുന്ന ആൾക്കാരുടെ കഴിവില്ലായ്മ. എനിക്കറിയില്ല. ഇല്ല സാറേ, 2 സെന്റിന് അവരങ്ങനെ ഒന്നും കൊടുക്കൂലെന്നാണ് പറയുന്നത്. 2 സെന്റുള്ളവന് ജീവിക്കണ്ടേ? രണ്ട് സെന്റിന് കൊടുക്കാത്ത നിയമമൊന്നുമില്ല. അതായത് വീട് വെക്കുന്നതിന് കുഴപ്പമില്ല. വീട് വെക്കാനുള്ള സഹായം സർക്കാർ കൊടുക്കും. ഇല്ലെങ്കിൽ അത് കൊടുപ്പിക്കാനുള്ള വഴിയുണ്ട്. ചുമ്മാ പറഞ്ഞായിരിക്കുമല്ലേ. ഞാൻ ഇത്തവണ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് എല്ലാവരുടെയും വോട്ട് ചോദിക്കുകയാണ്. നമുക്കൊന്നും കഴിച്ചില്ലെങ്കിലും കിടക്കാവര് മഴ നനയാതെ കിടക്കാവര് വീട് വേണം. അതെ, തീർച്ചയായിട്ടും വേണം. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ. അങ്ങനെ ആ സിനിമയെ വെല്ലുന്ന മാസ് എൻട്രിയും കഴിഞ്ഞ് അതിന്റെ വിശദീകരണമൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് എന്തുണ്ടായെന്നറിയണ്ടേ? കണ്ടു നോക്കാം. എഴുതി കൊടുത്തപ്പോൾ 3 സെന്റ് സ്ഥലം കിട്ടിയിട്ടുണ്ട്. കിട്ടിയത് അരിപ്പാറയുടെ കിട്ടിയത് അരിക്കോണം. അതുവരെ എത്ര സെന്റ് ഭൂമി കിട്ടി? അത് 3 സെന്റ് സ്ഥലം. പക്ഷെ ആ വീടില് 2 സെന്റേ ഉള്ളൂ എന്നൊക്കെ പറയുന്നത്. ഇതാണ് 2 സെന്റ്. ഇപ്പം ചേട്ടൻ ഇതല്ലാതെ അവിടെയും കൂടെ ഭൂമിയുണ്ട്. അവിടെ ഭൂമി ലൈഫ് പദ്ധതിയിൽ കിട്ടിയതാണ്. വീട് അപ്ലൈ ചെയ്ത സമയത്ത് തന്നെ നമുക്ക് 40,000 രൂപ തന്നത്. ഈ ഭൂമി കിട്ടിയതിന്റെ പേരിൽ അതിനുശേഷം 40,000 രൂപ തന്നായിരുന്നു. വീട് വെക്കാൻ വേണ്ടി. പക്ഷെ ആ വീടിലെ ചേട്ടാ, വീടില് 3 സെന്റ് വസ്തു കിട്ടിയ കാര്യവും 40,000 രൂപ അനുവദിച്ച കാര്യം അബദ്ധം പറ്റുമോ സാറേ? എങ്ങനെ അബദ്ധം? അവര് ചോദിക്കാത്തോട്ട് പറഞ്ഞില്ലേ? അത് ചേട്ടനല്ലേ കിട്ടിയത്? എന്നാലും നമുക്ക് പറയാതെ ചോദിച്ചാലേ നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ കൃത്യമായിട്ടൊന്നും പറയാൻ പറ്റൂല. സ്ഥലം കിട്ടിയോ എടുത്തോ എന്നുള്ള ചോദിച്ചില്ലല്ലോ. ഇപ്പൊ നിങ്ങൾ ചോദിച്ചതിന്റെ പേരിലാണ് ഞാൻ അത് പറഞ്ഞത്. എന്നാലും ഞങ്ങൾക്ക് അത്ര വിശ്വാസം പോരാ. ഒരു കാര്യം, ആക്ച്വലി ഇപ്പൊ ഇവർക്ക് ലൈഫ് മിഷനില് ഒരു 3 സെന്റ് വസ്തു കിട്ടിയിട്ടുണ്ട്. 40,000 രൂപയും ഗവൺമെന്റ് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവിടെ ബേസ്മെന്റ് കെട്ടി കാണിക്കാത്തത് കൊണ്ടാണ് ബാക്കി ഗഡുകളായിട്ടുള്ള പൈസ കിട്ടാത്തത്. അപ്പോ ഇവിടെയും സ്ക്രിപ്റ്റ് പാളിപ്പോയി. പക്ഷെ ആ കറക്റ്റ് സമയത്തുള്ള മാസ് എൻട്രി അത് അടിപൊളി തന്നെ ഇരുന്ന്. പിന്നെ അഭിനയം, എല്ലാവരുടെ അഭിനയം ഒന്നിനൊന്നിന് മികച്ച തന്നെ ഇരുന്ന്. പക്ഷെ നിങ്ങളെ സ്ക്രിപ്റ്റ് സെലക്ഷൻ വളരെ മോശമാണ്. കുറച്ചുകൂടെ പ്രൊഫഷണലായിട്ടും റിയലിസ്റ്റിക് ആയിട്ടും ഒക്കെ എഴുതാൻ പറ്റിയ ഒരാളെ കൊണ്ട് എഴുതിച്ച് ഇതുപോലുള്ള വീഡിയോസ് ഒക്കെ ഇറക്കണം. അടുത്ത പ്രാവശ്യം ഇതെല്ലാം ശരിയാക്കി നല്ല സൂപ്പറായിട്ട് വീഡിയോ ചെയ്യാൻ പറ്റട്ടെ. പിന്നെ വേറൊരു കാര്യം, ആ പയ്യന് പൈസ കൊടുത്തായിരുന്ന? ഒരു 25 രൂപ ചോദിച്ചുകൊണ്ട് ആ വീഡിയോ എടുത്ത പയ്യൻ ഒരു 25,000 ഒക്കെ ചോദിച്ചിരുന്നു. അത് കൊടുത്തായിരുന്ന? അത് കൊടുക്കണം കേട്ടോ. അടുത്ത പ്രാവശ്യം വീഡിയോ എടുക്കാൻ വിളിക്കാനുള്ളതാണ്. പയ്യന്മാർക്ക് ചിലവൊക്കെ പേയ്മെന്റ് ചിലപ്പോൾ നിങ്ങൾ അംഗീകരിക്കത്തില്ല എൻ്റെ പേയ്മെന്റ്. അങ്ങനെ ഒരു കാര്യമുണ്ട്. ഞാൻ ചെയ്യുന്ന വീഡിയോ ഞാൻ ഭയങ്കരമായിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന രീതിയിൽ ചെയ്യത്തുള്ളൂ. 20-25 ഞാൻ കണ്ണൂരൊക്കെ പോയി ചെയ്താലും BJPക്ക് വേണ്ടി ചെയ്തൊക്കെ 25 പേര് ചെയ്യുന്നത്. ശരി എന്നാ ഇറങ്ങട്ടെ. നാളെ വരാം.